പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സീരിയൽ ഈസ് ഫോർ ഗേൾസ്, സിനിമ ഈസ് ഫോർ മെയിൽ എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഒരു മാറി നിൽക്കുക അല്ലെങ്കിൽ ചാട കാണിക്കേണ്ട കാര്യമൊന്നും ഒരിക്കലും ഇല്ല. പേഴ്സണലി ഞാൻ അങ്ങനെ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകാറില്ല. ഇറ്റ് ഹാപ്പൻസ്. കല്യാണമേ വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നല്ലോ ഞാനപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ഞാനും ഇത് അറിഞ്ഞില്ല, ഇതെപ്പോഴാണ് അപ്ലോഡ് ചെയ്തൊന്നും അറിഞ്ഞില്ല. ലഹരി യൂസേജ് വളരെ കൂടുതലാണ് കേരളത്തിൽ, ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ഉണ്ട്. പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് പലരും പല രീതിയിലാണ് എടുക്കുന്നത്. ലഹരി ഞാൻ ഉപയോഗിക്കില്ല, മറ്റുള്ളവർ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ആ ഹൈ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എവിടെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് പ്രേക്ഷകരാണല്ലോ. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ കന്യാദാന ലൊക്കേഷനിൽ തന്നെയാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുമ്പം ഒരു മോട്ടിവേറ്ററാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറേ മോട്ടിവേഷൻസ് നമ്മൾ പല ചാനൽസിലൂടെ അല്ലെങ്കിൽ പല പേജിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ആരാ എന്നുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണകുമാർ കെ നമ്മളെ ഒരു 1.5 വർഷം മുമ്പ് 2 വർഷം പറഞ്ഞു ഒന്ന് നമ്മൾ 2 വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും തടിയില്ലായിരുന്നു. ഇല്ല, തടി ഭയങ്കരമായിട്ട് കൂടി. എത്ര കിലോ കൂടി? ഇപ്പോൾ കുറച്ചധികം കൂടി. അതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. സീരിയലിന് വേണ്ടിയാണോ അതോ? ഇല്ല, നമുക്ക് അങ്ങനെയൊക്കെ പറയാം. എന്തോ കല്യാണം കഴിഞ്ഞ ശേഷം എന്നും പറയാം, സീരിയലിന് വേണ്ടിയെന്നും പറയാം. കൂടിയിട്ടല്ല ഇനി കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റാണ്. അത് നമ്മുടെ ആടുജീവിതം രാജുവേട്ടൻ പറയുന്നതല്ലേ, കുറെ അധികം കൂട്ടി പിന്നെ കുറെ അധികം കുറച്ചു. നമ്മുടെ എല്ലാ ഫോമും ആൾക്കാർ കാണണല്ലോ. ഇനി കുറയുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടോ? അല്ല, എനിക്കൊന്ന് ഇത്രയും തടി ആദ്യം ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല, കുറവായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ആദ്യം പോവാം. കല്യാണം കഴിഞ്ഞ എന്താ വിശേഷം? അങ്ങനെ ഇപ്പോൾ വൈഫ് ഇവിടെ ഇല്ല, മാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ പഠിക്കുക. എന്തിനാ പഠിക്കുന്നത്? ഡോക്ടറാണ്. അപ്പോൾ MS പഠിക്കുക അവിടെ മംഗളൂർ. ഈ ഡിസംബർ ഒക്കെ ആകുമ്പോഴേ കോഴ്സ് തീരുള്ളൂ. പേരും കൂടെ ശ്രുതി. കാര്യം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടല്ലേ? അതെ. അപ്പം നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂസ് കാണുന്നത്. ഞാൻ മറ്റു ചില ചാനൽസും എടുത്തിട്ടുണ്ടോ? അപ്പം പേരെന്നോടെ പറഞ്ഞു വൈഫിന്റെ? ശ്രുതി. അവിടെ പഠിക്കുക. അപ്പോൾ ഡിസംബർ വരെ കോഴ്സ് ഉണ്ടാവും. പിന്നെ കാണുന്നതൊക്കെ ഞങ്ങൾ ഗ്യാപ്പ് ടൈമിൽ പോകുന്നുള്ളൂ, ഷൂട്ടിന്റെ ബ്രേക്കിനും. പിന്നെ അവിടെയും ബിസിയാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും MS പഠിക്കും. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇത്രയും വന്നത്? അത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ. എൻ്റെ കല്യാണം എനിക്ക് തോന്നുന്നു 12-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി ആയപ്പോൾ തന്നെ ഷൂട്ടിന് പോയി. നിങ്ങൾ ഷൂട്ടിന് പോയി? ഞാൻ ഷൂട്ടിന് പോയി, ശ്രുതി തിരിച്ചു പോയി. അതല്ല, ഈ സാധാരണ ഈ ഗൾഫിലെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഇങ്ങനെ പോകുന്നത്, അല്ലെ പട്ടാളത്തിലുള്ളവർ ഇങ്ങനെ പോകുന്നത്. നേരെ തിരിച്ചായി പോയി. രണ്ടുപേരും ബിസി ആയിരുന്നു. എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായി. ഗൾഫിൽ പോകണമെന്നില്ലെന്നുള്ള മനസ്സിലായി. ഷൂട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഷൂട്ടിനാണെങ്കിലും നമ്മുടെ മാത്രം സൗകര്യം നോക്കിയാൽ പോരല്ലോ, ബാക്കി എല്ലാവരും സൗകര്യം. നമുക്ക് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷൂട്ട് ടൈമിൻ്റെ ഇടയിൽ അത് വരുന്നത്. അതെ, ഷെഡ്യൂളിൻ്റെ ഇടയിൽ അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ അതെ, അവർക്കും അതെ അങ്ങനെ ലീവ് ഇല്ല. ശരി, PG ടൈം ഇപ്പോൾ പോകുന്നവർക്ക് അറിയാം. PG ടൈം ഭയങ്കര ടഫാണ്, ലൈഫ് ഭയങ്കര ഹെക്ടിക്കാണ്. ഇനിയിപ്പം ഈ ഡിസംബർ ആകുമ്പോൾ കഴിയും. അപ്പം ഫ്രീ ആയി സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഡോക്ടർ പൊസിഷനിലേക്ക് വരികയാണ്. കൃഷ്ണകുമാറിന്റെ കുറച്ച് ബാക്കിൽ, അതായത് നമ്മുടെ കുറച്ച് പിന്നിലോട്ടുള്ള കുറച്ച് ലൈഫ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. കാര്യം നല്ലൊരു മോട്ടിവേഷൻ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ച് സാധാരണ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടോ? ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചായിരിക്കാം? മുഖ്യ മോട്ടിവേഷനേക്കാളും കൂടുതൽ ലൈഫ് സ്കിൽസാണ് ചെയ്തിരുന്നത്, സർവീസായിട്ട് ചെയ്തിരുന്നത്. അതല്ലാതെ ചെയ്യുന്നത് നമുക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോട്ടിവേഷനുള്ളതിൻ്റെ ഭാഗമായിട്ട് വരണമെന്നുള്ളൂ. പേഴ്സണലി ഞാൻ അങ്ങനെ ആരെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകാറില്ല. ഇറ്റ് ഹാപ്പൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കും നോർമലി അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് ഈ കരിക്കുലത്തിലെല്ലാം വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അതായി പോകുന്നത്. അല്ല, നമുക്ക് ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ അലിഗൻസസ് ഉണ്ട്, കുട്ടികളിൽ നടക്കുന്ന കുറേ അബ്യൂസ് ഉണ്ട്. അപ്പോൾ ഇവരെ ഈ അതിൽ വരുമ്പോഴത്തേക്കിനും ഈ ഡ്രഗ്സിന് അടിമയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ള ചെറിയൊരു മോട്ടിവേഷൻ ഒരു സിംഗിൾ വേർഡ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ലൈനിൽ അത് 1 ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെരി റീസെൻ്റ്ലി ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർട്ട് ഓഫ് ലിവിംഗ് എന്നൊരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഡ്രഗ് ഫ്രീ കേരള ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ കോളേജസിലും സ്കൂൾസിനും സ്റ്റുഡൻസിനെ മാത്രമല്ല മാനേജ്മെൻറ്റിനെ പേരൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഡ്രഗ്സിനെതിരെ, സബ്സ്റ്റൻസ് അബ്യൂസിനെതിരെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടാഗ് ലൈനാണ് എനിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലഹരി ഞാൻ ഉപയോഗിക്കില്ല, മറ്റുള്ളവർ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. അടിയുറച്ച് പറയുന്നത് ആ ഒരു പ്ലഡ്ജ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിന് ഇപ്പം എന്തിനാ ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരി യൂസേജ് വളരെ കൂടുതലാണ് കേരളത്തിൽ, ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഇതിനെതിരെ അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഒത്തിരി സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ ഡ്രഗ്സ് യൂസേജിനെതിരെയായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ആക്റ്റീവായിട്ട് കോമ്പീറ്റ് അവർ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇതിനു വേണ്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സർവീസായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവയർനെസ് വരും. ഇപ്പോൾ ഇതിനെതിരെ അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അവയർനെസ് ഇൻഡയറക്റ്റ്ലി അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിന് കിട്ടുന്നൊരു ഹൈ എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് അവർക്ക് കൊടുക്കുകയും കൂടെ വേണം. നമ്മൾ ചുമ്മാ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ആ ഹൈ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എവിടെ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ബാക്കി പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഹൈ അവർക്ക് കിട്ടും. കുറച്ചുകൂടെ സ്റ്റേബിൾ ആവും അല്ലേ? സ്റ്റേബിൾ, സസ്റ്റൈനബിൾ ആണ്. ഇതിപ്പോൾ ഒരു വലിയ ഹൈ പോയിട്ട് വലിയൊരു ലോയിലേക്ക് അവർ പോകും. ഇത് വലിയ ഹൈ പോയിട്ട് ആ ഹൈ ഇങ്ങനെ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഇൻ ആൻ ഓർഗാനിക് വേ. അതിന് നിങ്ങൾക്ക് യോഗ, മെഡിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ഭയങ്കര സക്സസ് ആയിരുന്നു. ഗുരുദേവ് ശ്രീ രവിശങ്കർജിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പല സിറ്റുവേഷനിലും വരുന്ന ആൾക്കാരാണ്, പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊരു മോട്ടിവേറ്റർ ആക്കി മാറ്റുമോ നടന്നുള്ള അത് നിങ്ങളുടെ ജോലിയായിരുന്നു നേരത്തെ ഉള്ളത്. ഇപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നറിയാം, എങ്കിലും നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യമല്ലേ? ഇപ്പൊ ഇതിന് ഉണ്ട്, പക്ഷെ പഴയ പോലെ അത്രയും കിട്ടുന്നില്ല. ഓഫീസ് ഉണ്ടാവും, ഓഫീസ് ഉണ്ടല്ലേ? അപ്പം ഈ സീരിയലിൽ വരുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അഭിനയിക്കാനൊക്കെ, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രോംപ്റ്റ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പാടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് മാറി വരുന്നുണ്ട്. 3 വർഷത്തിൽ കൂടുതലായി. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഏതൊരു ഫീൽഡും ആദ്യമായിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര പുതിയതാണ് ഈ ഒരു ആക്ടിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ക്യാമറ നേരിട്ട് കാണുന്നത് തന്നെ ഈ ലൊക്കേഷന് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കത് നിന്ന് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്, ആൻഡ് ലേണിംഗ് നെവർ എൻഡ്സ്. ഇങ്ങനെ പോവാണ്, കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബെറ്ററായി വരുന്നു എന്ന് അറിയില്ല, പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരല്ല പറയണ്ട, നമ്മുടെ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് പ്രേക്ഷകരാണല്ലോ പറയുന്നത്. അതെ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് തന്നെയാണ്. കല്യാണം ഈ പറഞ്ഞ പോലെ തന്നെ അത്യാഡംബരമൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബേഴ്സ് എല്ലാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില താരങ്ങൾ അവരുടെ കല്യാണത്തിന് അവരുടെ പേഴ്സണലായിട്ടുള്ള, ശരിയാണ് അവർ പറഞ്ഞ ശരിയാണ്, പക്ഷെ അതൊന്നും ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റില്ലെടുക്കാനോ അല്ലെങ്കിൽ അവരോട് ബൈറ്റ് എടുക്കാനോ ഒന്നും സമ്മതിക്കാറില്ല. പക്ഷേ താങ്കൾ സമ്മതിച്ചു, എല്ലാവർക്കും ബൈറ്റ് കൊടുത്തു, വീട്ടിൽ വന്നവർക്കും ബൈറ്റ് കൊടുത്തു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കല്യാണത്തിന് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല യൂട്യൂബിലെ ആൾക്കാർ വരും എന്നുള്ളത്. കാരണം ഞാൻ പലതും ഡേറ്റൊന്നും അങ്ങനെ അധികം പബ്ലിക് ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ അറിഞ്ഞു, എങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും കണ്ടപ്പോൾ. അതുപോലെ പിന്നെ പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് പലരും പല രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം വളരെ സന്തോഷത്തോടെ കാണുന്നത്. ആഫ്റ്റർ ഓൾ കല്യാണം വളരെ സന്തോഷമുള്ള ഇവൻ്റാണ്. പിന്നെ ഞങ്ങനത്തെ ഒരു വേദിക് വെഡ്ഡിങ് ട്രഡീഷനും ആയിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലല്ലോ. അവരെല്ലാം അവരുടെ ജോലി ചെയ്യുന്നതെന്നല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈ ഫീൽഡിലുള്ളതാണല്ലോ. നമുക്കറിയാമല്ലോ ക്യാമറ ആയിട്ട് വരുന്നതും അവരുടെ ബുദ്ധിമുട്ടെന്താണെന്നും അതുപോലെ അവരെന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്നും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ ഒരു മാറി നിൽക്കുക അല്ലെങ്കിൽ ജാട കാണിക്കേണ്ട കാര്യമൊന്നും ഒരിക്കലുമില്ല. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാവുന്നുണ്ട്. കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു മില്യൺ വ്യൂവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, വീഡിയോസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അത് താങ്കളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ആ പോയത്. ചില ആൾക്കാരുടെ ഇത്രയും ജാട കാണിക്കുന്ന ആൾക്കാരെ പോയിട്ടില്ല, അത്രയൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് എനിക്കൊന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ മില്യൺ വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവർ വന്നത് പലപ്പോഴും വെഡിങ് വീഡിയോ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അവിടെ എന്തൊക്കെ സംഭവിച്ചു. ഇത് കല്യാണം കഴിഞ്ഞ അന്ന് ഈവനിങ് തന്നെ യൂട്യൂബിൽ നിന്ന് പല സ്ഥലത്തും. കാരണം എൻ്റെ വെഡിങ് പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ തോ വെഡിങ് ലൈവ് പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ യൂട്യൂബിന് കുറച്ചും കൂടി ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ യൂട്യൂബ് ആൾക്കാർ വന്നതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കും പലർക്കും അത് കാണാൻ പറ്റി, അത് പിന്നീട് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒത്തിരി സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷ്ണകുമാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ അപ്ലോഡ് ചെയ്തു. അവർ അപ്ലോഡ് ചെയ്തു. ഞാനപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ഞാനിത് അറിഞ്ഞില്ല, ഇതെപ്പോഴാണ് അപ്ലോഡ് ചെയ്തൊന്നും അറിഞ്ഞില്ല. തിരിച്ച് വീട്ടിലെത്തി രാത്രി എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് കസിൻസ് യൂട്യൂബ് വെച്ചപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി ഓൾറെഡി ഫുള്ള് ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു. അതൊക്കെ ഹാപ്പി അല്ലേ? അത് എല്ലാം സന്തോഷമുള്ളതായിരുന്നു. എല്ലാവരും വന്നതിന് വളരെ സന്തോഷം. ആരും അറിയിക്കാൻ പറ്റിയില്ല, ഒരു യൂട്യൂബുകാരെ അറിയിക്കാൻ പറ്റില്ല പേഴ്സണലി. പക്ഷേ അവരെല്ലാം അറിഞ്ഞു വന്നു എന്നുള്ളത് നല്ലൊരു കാര്യമായിരുന്നു. കല്യാണം എങ്ങനെ വേണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കാര്യം രണ്ടുപേരോട് തീരുമാനിച്ചിട്ട്, വൈഫോട് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്നതൊക്കെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാവരും പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ?
കല്യാണമേ വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നല്ലോ ഞാൻ. അവളും അതുപോലെയൊക്കെ ആയിരുന്നു. പക്ഷേ സംഭവം ഇത് പ്രപ്പോസലായിട്ട് വന്ന് നമുക്കത് മുന്നോട്ട് പോയി. അപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് ഉറപ്പായിട്ടും നമ്മളൊരു ട്രഡീഷണൽ വൈസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാസ്റ്റ് വൈസ് ആയിട്ട് വേണ്ട, പക്ഷെ നമ്മുടെ ഒരു വേദിക് ട്രഡീഷണൽ തന്നെ പോകണം എന്നൊരു, കാരണം ഞങ്ങൾ രണ്ടുപേരും ദ ഔട്ട് ഓഫ് ലിവിംഗ് എന്നൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോകണം എന്നുണ്ടായിരുന്നു. അതുമാത്രമേ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സാധാരണ കല്യാണം പോലെ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ കാര്യത്തിലൊക്കെ എനിക്കങ്ങനെ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവൾക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻസ് ഒത്തിരി പേര്, പിന്നെ ചേച്ചി, അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇരിക്കണം എന്ന് മാത്രം ആഗ്രഹം, പക്ഷെ എല്ലാം ഹാപ്പൻഡ് അല്ലെ. ഫോൾ ഇൻ പ്ലേസ് എന്ന സംഭവത്തിൽ എല്ലാം വളരെ നന്നായിട്ട് തന്നെ, റിസപ്ഷൻ ആണെങ്കിലും കല്യാണമാണെങ്കിലും ഡെക്കറേഷൻ എല്ലാം വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഈ ട്രഡീഷണൽ വേദിക് വെഡിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ ഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ മാത്രമേ ഞങ്ങളുടെ അഭിപ്രായമുള്ളൂ. എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ അങ്ങനെ. എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ഷുമാർ പറഞ്ഞു എത്തണം, റിസപ്ഷനും ഉണ്ട് കല്യാണത്തിൽ, ഇത് ഏതിന് ഒന്നിലും എത്തണമെന്ന് പറഞ്ഞു. സോറി, എനിക്കിപ്പോൾ നേരിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്, വരാൻ പറ്റിയില്ല. നിങ്ങളെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്, കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. എങ്കിലും സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ കൃഷ്ണകുമാറിൻ്റെ ചിരിയിലുണ്ട് ലൈഫ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, അതുപോലെ തന്നെ സീരിയൽ ലൈഫും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഏത് സീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സീരിയൽസ് അങ്ങനെ എടുക്കുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഓഫർ വന്നിരുന്നു കന്യാദാനം ചെയ്യുമ്പോൾ തന്നെ. വേറൊന്നും എടുക്കുന്നില്ല, കാരണം ആക്ടിങ് ഞാൻ അതും ഹാപ്പൺ ചെയ്തു പോയത്, എൻ്റെ ലൈഫിൽ ഹാപ്പൺ ചെയ്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യണം പറഞ്ഞാൽ മുന്നോട്ട് പോകണം എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഏഷ്യാനെറ്റിലൊരു പ്രൊജക്റ്റ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് നോക്കി, അത് ഓക്കെ ആയി. അങ്ങനെ വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്, അതുകൊണ്ട് അത് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഷൂട്ട്, അതിൻ്റെ ഞാനും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ എനിക്കത് എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുവാണ്, നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യുവാണ്. ഒരു ഓൺഗോയിങ് ആണോ? അത് ഷൂട്ടിംഗ് നടക്കുവാണ്. റിലീസ് ചെയ്യുന്നത് അത് ലോഞ്ചിങ് ഉണ്ട്, ലോഞ്ച് ഇവൻ്റ് ആയിട്ട് ചെയ്യും അവർ. കണ്ണൂർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഒരു 4th or 5th ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ ലോഞ്ച് ചെയ്യും കണ്ണൂർ. TV-ൽ മോസ്റ്റ്ലി നെക്സ്റ്റ് മന്ത് മിഡൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കഥാപാത്രമാണ്. അതെന്താണ് കഥ? അതിൽ നായകനായിട്ട് തന്നെയാണ്. അപ്പോൾ ക്യാരക്ടറും കുറച്ച് നല്ലതാണ്. ഇപ്പോൾ കന്യാദാനത്തിൽ എടുക്കുവാണെങ്കിൽ നായകനാണെങ്കിൽ ഒരു ആൻറ്റി ഹീറോ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട് ഒത്തിരി ഇതിനകത്ത്. അപ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല പെർഫോമൻസിനുള്ള ചാൻസ് ഉണ്ട് ഇതിന്. അങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ആ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ വേറൊരു കാര്യമാണ്. കാര്യം നമുക്ക് രണ്ട് എക്സ്ട്രീംസ് ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റ്. ഇപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും പെർഫോമൻസ് വൈസ് ഒത്തിരി ഇമോഷൻസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് രണ്ട് എക്സ്ട്രീമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരിക്കും. രണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരിക്കും. അപ്പോൾ അത് എല്ലാവരിലേക്കും ഒരു ടച്ച് ആവും അല്ലേ? അതെ ഉറപ്പായിട്ടും. അത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ചെയ്യാൻ പോകുന്ന സ്നേഹക്കൂട്ടെന്നാണ് പേര് ഓൾറെഡി ടൈറ്റിലൊക്കെ വന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞ ഒരു സഹോദരൻ്റെ, ഒരു ബിഗ് ബ്രദറിൻ്റെ ഒരു റോളിലാണ് ചെയ്യുന്നത്. അപ്പോൾ സഹോദരന്മാർ, പിന്നെ അയാളുടെ അച്ഛൻ, അയാളുടെ അമ്മയുടെ വീട്ടുകാർ, അങ്ങനെയുള്ള ഒരു റിലേഷനൊക്കെ ബോണ്ടിങ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്, ഭയങ്കര നല്ല സ്റ്റോറിയാണ്. അത് ഫീമെയിൽ ഓറിയൻറ്റഡ് ആണോ അതോ മെയിൽ ഓറിയൻറ്റഡ് ആണ്? കാരണം നോർമലി ആ സീരിയൽസ് ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്. ഇത് കുറച്ചൊക്കെ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. നായകനിലൂടെ കഥ പോകുന്നതാണ്, അയാളുടെ ഒരു ജീവിതം അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ സീരിയലിൽ കാണുന്ന ഒരു ടൈപ്പ് മാറി ഒരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട് അതിനകത്ത്. അല്ല, ഇപ്പോൾ സീരിയൽസിന് പൊതുവേ മാറ്റമുണ്ട്. മറ്റു സീരിയലിൽ നോക്കുമ്പോൾ ഒരു ഹാളിനകത്ത് നോക്കുമ്പോൾ ഒരു 6 സ്ത്രീ കഥാപാത്രവും ഒരു ആൺ കഥാപാത്രമായിരിക്കും ഉള്ളത്. അതെന്താണെന്നല്ല, പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സീരിയൽ ഈസ് ഫോർ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ്, സിനിമ ഈസ് ഫോർ മെയിൽ എന്നുള്ളതൊക്കെ. എനിക്ക് ആ ട്രെൻഡിൽ സിനിമയിലും മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്, സീരിയലിലും മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞതിനകത്ത് ട്രൂ ആണത്. കാര്യം വെച്ചാൽ സിനിമയിലേക്ക് വരുമ്പോഴത്തേനും നോക്കുമ്പോൾ എല്ലാം മെയിൽ കഥാപാത്രങ്ങൾ, അത് ഓപ്പോസിഷൻ ആണ് സീരിയലിലേക്ക്. സിനിമയിലേക്ക് ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇപ്പം ഇല്ല അങ്ങനെ നോക്കുന്നില്ല. വന്നിരുന്നു 2 ഓപ്പർച്യൂണിറ്റി, പക്ഷേ എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല കൊണ്ടുപോയി. ഇപ്പോൾ വർക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അല്ലേ പാടാണല്ലോ. അതെല്ലാം നന്നായിട്ട് പോട്ടെ. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നുന്നത് അദ്ദേഹം ഈ താടി കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രതീഷേട്ടൻ്റെ മകൻ്റെ കൂട്ടിരിക്കും. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ക്യാമറ നോക്കി നോക്കി എല്ലാവരും നോക്കി. താടി കൂടെ എടുത്ത് കഴിയുമ്പോൾ സീരിയസ്ലി പറയാണ്. കാര്യം ആ ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം നോക്കുമ്പോൾ പക്കയാണ്. പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. കാര്യം ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അന്ന് ചോദിച്ച ആ ചോദ്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? എല്ലാവരും ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഞങ്ങളുടെ ആക്ടിങ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. ഒത്തിരി റെസ്പോൺസസ് കിട്ടുന്നുണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ക്യാരക്ടർ വൈസ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതുപോലത്തെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്, പോസിറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതാണേലും അതൊരു ആക്ടിംഗ് ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഇനിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ടും നിങ്ങളെല്ലാം എൻ്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ എന്ന്
പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ലാസ്റ്റ് പറയുന്ന പോലെ തന്നെ നല്ലതുണ്ടാവട്ടെ, നല്ലത് വരട്ടെ, നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.